നമ്മളേവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി ആ വെറ്റിനറി കോളേജിൽ ഉണ്ടായ പൂക്കാട് വെറ്റിനറി കോളേജിൽ ഉണ്ടായ സംഭവം. ആൾക്കൂട്ട വിചാരണ, ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ആൾക്കൂട്ട വിചാരണ. എനിക്ക് മനസ്സിലാവാത്ത ഇത്രയധികം കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും ഒക്കെ നോക്കി നിന്നിട്ട് ആരും ഈ തല്ലിക്കൊല്ലുന്നതിൽ ഒന്ന് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിപ്പോഴും തുടരുകയാണ്. ഒരു ക്യാമ്പസിൽ ഒരു പഠിക്കുന്ന കുട്ടിയെ തല്ലിക്കൊല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇടപെടുക പോലും ചെയ്യാതെ നോക്കി നിന്നു എങ്കിൽ അത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ്, ആരെ ഭയപ്പെട്ടിട്ടാണ്? ഭയാനകമായ ഒരു സ്ഥിതിയാണ്. കേരളത്തിൽ ഉണ്ടായിക്കൂടാത്ത ഒന്നാണ്. അതും കഴിവുള്ള, നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ള ഒരു ക്രൗഡ്, ഒപ്പം പഠിക്കുന്നവർ, ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റു പല ഭാഗങ്ങളിലും, ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, വാർത്തകളിൽ വായിക്കാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത്തരം അപൂർവമായ ഇത്തരം സംഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ ഇത് ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി, അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? അക്രമത്തിലൂടെ ക്യാമ്പസ് കൈയടക്കി വെക്കുക എന്നുള്ള ഈ രീതി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തും. ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ. ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവരുടെ സമ്മതിദാന അവകാശമാണ്. ഇത്രയും മൃഗീയവും അപലപനീയവും ഹൃദയഭേദകവുമായ വേദനാജനകമായ ഒരു സംഭവം, അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ഗവൺമെൻറ്റായി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏത് ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളായിരിക്കാം, കോളേജ് യൂണിയൻ്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കാം, ആ പരിഗണന ഒന്നും കാണിക്കാതെ ക്രിമിനൽ കുറ്റം എങ്ങനെ കൈകാര്യം ചെയ്യും അങ്ങനെ കൈകാര്യം ചെയ്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള പ്രശ്നം, അവരുടെ മനസാക്ഷി കേട്ട മുറിവ് അല്പമെങ്കിലും ഒന്ന് അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഗവൺമെൻറ്റായി ഉണർന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. നീതി വ്യവസ്ഥ അത് ഉണ്ടാവണം, പരിപാലിക്കപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.